സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്തു 350 കോടി നഷ്ടപ്പെട്ടു. അതിൻ്റെ പിന്നിൽ കുറേ പേര് കരയണത് അതിൽ പൈസ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുള്ള കോൺവെർസേഷൻസ്. എനിക്കിതിൽ ഒറ്റ കാര്യം പറയാനുള്ളൂ. അതായത് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരുടെ ഭാഗത്താണ് മെയിൻ തെറ്റിയിരിക്കുന്നത്. കാരണം കേരളത്തിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് പോലും 100% റിട്ടേൺസ്, അതായത് 1 കോടി ഇൻവെസ്റ്റ് ചെയ്താൽ അത് 2 കോടി ആക്കിയിട്ട് 200-210 ദിവസത്തിനുള്ളിൽ കൊടുക്കാൻ പറ്റില്ല. ഇവിടെ കേരളത്തിൽ മാക്സിമം കൊടുക്കാൻ പറ്റുന്ന ഒരു റിട്ടേൺ എന്ന് പറയുന്നത് 7% ആണ്. റിട്ടേൺസ് കൂടുന്തോറും ഇത് ഫ്രോഡായിട്ട് മാറാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അത് റിയൽ എസ്റ്റേറ്റ് ആയാലും ഗോൾഡ് ആയാലും ഏത് ഇൻവെസ്റ്റ്മെൻ്റ് ആയാലും നിങ്ങളത് ശ്രദ്ധിക്കണം. ഇവിടെ സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ഇത് മാനേജ് ചെയ്തിരുന്ന വ്യക്തികളെ ശ്രദ്ധിക്കാം. അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഹാൻഡിൽ ചെയ്തിട്ടുള്ള മുന്നത്തെ എക്സ്പീരിയൻസുകളില്ല. ഇവർക്ക് ഇത്രയും അധികം പൈസ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവരുടേതായ രീതിയിൽ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാൻ നോക്കിയാൽ ഏകദേശം ഒരു 20 കോടി രൂപയുടെ അടുത്ത് കാറുകൾ എടുത്തിട്ടുണ്ടായിരിക്കും. അത് നിങ്ങൾ കൊടുത്ത പൈസ കൊണ്ട്. അപ്പോൾ ആ കാറിൽ വന്നിറങ്ങുന്നത് കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട, നിങ്ങളുടെ പൈസ കൊടുത്തിട്ടാണ് ആ വെഹിക്കിൾസ് മേടിക്കുന്നത്. അത് എല്ലാ ബിസിനസ്സുകാരും ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കുന്നവരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സ്പർശയുടെ കാര്യത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്തവർക്ക് മനസ്സിലാവും. പുതിയ വീട് പണിയുന്നു, വീട് മോഡിഫൈ ചെയ്യുന്നു, വെഹിക്കിൾസ് വീക്കിലി എടുക്കുന്നു, റിസോർട്ടുകൾ മേടിക്കുന്നു, ബിൽഡിങ്സ് ഓഫീസ് സ്പേസുകൾ മേടിക്കുന്നു. ഇതെല്ലാം പെട്ടെന്ന് ഒരു സ്ഥാപനത്തിൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അത് എങ്ങനെ അത് മേടിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ പൈസ കൊടുത്തിട്ടാണ് മേടിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബിസിനസ് ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുന്ന പൈസയാണ് ഈ രീതിയിൽ സ്പെൻഡ് ചെയ്ത് പോകുന്നത്. സോ അത്തരം സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒരു രീതിയിലും റിട്ടേൺസ് കിട്ടാനോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ തിരിച്ചു കിട്ടാനോ പോകുന്നില്ല. നിങ്ങൾ 5-10 വർഷം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ലൈഫ് ടൈമിൽ സേവ് ചെയ്ത ഒരു എമൗണ്ടാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഏൺ ചെയ്ത ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് കമ്പനിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ കമ്പനീനെ കുറിച്ച് നിങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ട് പഠിക്കണം. നിങ്ങൾക്കത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അവർക്ക് അവരുടേതായ റെമ്യൂണറേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ മുൻപ് ഈ കമ്പനിയുടെ ചരിത്രം, ഇതിലെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിലൊക്കെ അവർ ഡിക്റ്റേറ്റ് ചെയ്ത് നിങ്ങളെ അറിയിക്കുന്നതാണ്. അടുത്തതായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഏത് ബിസിനസ്സിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് ആ ബിസിനസ്സിന് സെൽഫായിട്ട് റൺ ചെയ്ത് നിങ്ങൾക്ക് റിട്ടേൺ തരാൻ പറ്റുന്ന സോഴ്സ് ഉണ്ടായിരിക്കണം. അല്ലാത്ത പക്ഷം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരിക്കലും സേഫ് അല്ല. അടുത്തതായിട്ട് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും ഒരു സെയിൽസ്മാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് എടുത്ത് ചാടരുത്. സെയിൽസ്മാൻ്റെ ലക്ഷ്യം സെയിൽസ് നടത്തി അവരുടെ റെമ്യൂണറേഷൻ മേടിക്കലാണ്. അപ്പോൾ അവർ എല്ലാ രീതിയിലും നിങ്ങൾക്ക് വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് തരുന്നുണ്ടായിരിക്കും. അതല്ലെങ്കിൽ അവർക്ക് അവരുടെ കമ്പനിയിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും നിങ്ങളത് ഷെയർ ചെയ്യുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ബിസിനസ് എപ്പോഴും ശരിയായിക്കൊള്ളണമെന്നില്ല. അവർക്ക് മിസ്റ്റേക്കിൽ ഇൻവെസ്റ്റ് ചെയ്തതായിരിക്കാം. സോ എപ്പോഴും ഏത് ബിസിനസ് ആയിക്കോട്ടെ, ഗോൾഡ് ആയിക്കോട്ടെ, റിയൽ എസ്റ്റേറ്റ് ആയിക്കോട്ടെ, ഏത് ഇൻവെസ്റ്റ്മെൻറ്റ് ആയിക്കോട്ടെ, നിങ്ങൾ പ്രോപ്പറായിട്ട് സ്റ്റഡി ചെയ്യാം. അല്ലെങ്കിൽ അത് സ്റ്റഡി ചെയ്ത് കൊടുക്കുന്ന സ്ഥാപനങ്ങളെ ഏൽപ്പിക്കാം. അതിന് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 5,000, 10,000, 20,000 എക്സ്പെൻസ് വരെയായിരിക്കും. പക്ഷേ നിങ്ങളുടെ 1 കോടി രൂപ പോവില്ല. നിങ്ങൾ കേസിന് പോയിട്ട് പിന്നാലെ നടക്കേണ്ട കാര്യം വരില്ല. കേസിനൊക്കെ പോയാലും ഒരു ലിമിറ്റ് ടൈം ഇട്ടൊന്നും നിങ്ങൾക്ക് ഈ പറയുന്ന എമൗണ്ടൊന്നും റിട്ടേൺ കിട്ടാൻ ചാൻസ് ഇല്ല. സോ നിങ്ങൾ ശ്രദ്ധിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം. നിങ്ങളുടെ കയ്യിലുള്ള പൈസ മറ്റൊരാൾക്ക് കൊടുത്താൽ പിന്നെ ആളുടെ പൈസയെ അത് കിട്ടാനായിട്ട് നിങ്ങൾ കുറേ പിന്നാലെ നടക്കേണ്ടി വരും. സോ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന കമ്പനിയെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഒരുവിധം നമ്മുടെ കമ്പനിയെ സ്റ്റഡി ചെയ്ത് കൊടുക്കുന്നുണ്ട്, നമ്മൾ ഹെൽപ്പ് ചെയ്യാം. അതല്ലെങ്കിൽ ഇഷ്ടം പോലെ ഏജൻസികളുണ്ട്, അവരെ ഹെൽപ്പ് ചെയ്യാം. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.